ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മളിൽ എല്ലാവരും നല്ല രീതിക്ക് സമ്പാദിച്ച് നല്ല രീതിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നല്ല രീതിക്ക് ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിരന്തരം ജോലിക്ക് പോയി പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ സമ്പാദിക്കുന്ന പൈസ യഥാവിധി ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തുക സേവ് ചെയ്യാനും അതിലൂടെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനും കഴിയുന്നതാണ്. നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നത് തന്നെയാണ്. നമ്മൾ അനുഭവിച്ചതും നമ്മൾ കണ്ടതുമായ ദുരിതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സേവിങ്സ് നടത്തുന്നത്. പക്ഷെ നമ്മൾ സേവിങ്സ് നടത്തുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്. നമ്മൾ അറിയാത്ത, നമുക്ക് വിശ്വാസമില്ലാത്ത, അങ്ങനെ പല രീതിയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പൈസ നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് നഷ്ടം നേടിയെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 100% സുരക്ഷിതമായും യാതൊരുവിധ തട്ടിപ്പും ഇല്ലാത്തതുമായ ഒരു സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സ്കീം കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടത്തി വരുന്ന ഒരു സ്കീമാണ്. ആയതുകൊണ്ട് തന്നെ ഇതിൽ തട്ടിപ്പോ പറ്റിക്കലോ ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം ആദ്യം തന്നെ പറയാം. പോസ്റ്റ് ഓഫീസ് നടത്തി വരുന്ന ഒരു സ്കീമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം കൂടിയാണ്, കൂടാതെ ഇതൊരു ലൈഫ് ഇൻഷുറൻസും കൂടിയാണ്. ഇതിൽ നമ്മൾക്ക് വരുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിൽ എടുക്കുന്ന ഒരു അഷുറൻസ് എമൗണ്ടിന്റെ പോളിസി ഉണ്ടാവും. ആ പോളിസിയിലേക്കാണ് നമ്മൾ തുകകൾ ഗഡുക്കളായി അടയ്ക്കുക. നമ്മൾ ഈ ഗഡുക്കളായി അടയ്ക്കുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അപായം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അടച്ച ഗഡുവും അതിന് ലഭിച്ച ബോണസും അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത പ്രീമിയം തുകയും നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ശരിക്കും ഇങ്ങനെ ഒരു ഇൻഷുറൻസ് സ്കീം നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇത് പോസ്റ്റൽ സ്കീമാണ്. ഇങ്ങനെ ഒരു സ്കീം ഇത് മാത്രമേ ഉള്ളൂ. തുടക്ക കാലഘട്ടങ്ങളിൽ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മാത്രമായിരുന്നു ഇത് ലഭിച്ചിരുന്നത്. പിന്നീട് അത് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാഫുകൾക്ക് നൽകി, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റാഫുകൾക്ക് നൽകി, പിന്നീട് അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇൻഷുറൻസ് എടുക്കാം എന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു. ആ സമയങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി അറിയുന്നവരെല്ലാം ഒരുപാട് പേര് ഈ സ്കീം എടുത്തിട്ട് ഇതിന്റെ ഗുണം നേടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റെപ്യൂട്ടഡ് ആയ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പ്രീമിയം തുക അടയ്ക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ സാലറിയിലൂടെ ഉണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്കീം എടുക്കാം എന്നതാണ് അവസാനം വന്നിരിക്കുന്ന മാറ്റം. നമ്മളൊരു ഹോസ്പിറ്റൽ സ്റ്റാഫോ അതല്ലെങ്കിൽ ഒരു MNC സ്റ്റാഫോ അല്ലെങ്കിൽ നമ്മളൊരു സിവിൽ എഞ്ചിനീയറോ ഇല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറോ അങ്ങനെ ഒരു റെപ്യൂട്ടഡ് ആയ പോസ്റ്റിലുള്ള വ്യക്തിയോ ആണെങ്കിൽ നമുക്കും ഈ സ്കീം എടുക്കാവുന്നതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗവൺമെന്റ് സ്റ്റാഫുകൾക്ക് മാത്രം ലഭിച്ചിരുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ജനങ്ങൾക്കും എടുക്കാൻ കഴിയുന്ന ഒരു സ്കീമായി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് ഒരുപാട് ഗുണം നൽകുന്ന ഒരു സ്കീമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാമെന്ന് കരുതിയത്. നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്കീമുകളുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, അതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പോസ്റ്റൽ ലൈഫ് അഷുറൻസ് സുരക്ഷ എന്നാണ് അതിന്റെ പേര്. എൻഡോമെന്റ് അഷുറൻസ് സന്തോഷ് എന്നാണ് അതിന്റെ പേര്. കൺവെർട്ടബിൾ വോൾ ലൈഫ് അഷുറൻസ് സുവിധ എന്നാണ് അതിന്റെ പേര്. ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ് സുമംഗല എന്നാണ് അതിന്റെ പേര്. ജോയിന്റ് ലൈഫ് അഷുറൻസ് യുഗൽ സുരക്ഷ എന്നാണ് അതിന്റെ പേര്. ചിൽഡ്രൻസ് പോളിസി ബാൽജീവൻ ഭീമ എന്നാണ് അതിന്റെ പേര്. ഇത് എല്ലാം പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ കീഴിൽ വരുന്നതാണ്. ഇതിൽ നമ്മൾ എൻഡോമെന്റ് അഷുറൻസ് സന്തോഷ് എന്ന പോളിസിയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പോളിസി കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഈ പോളിസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്.
നമ്മൾ ഈ പോളിസിയിലേക്ക് മാസം ഒരു തുക നിക്ഷേപിക്കുകയാണ് എന്ന് കരുതുക. നമുക്കിപ്പോ ഏതൊരു തുകയും നമുക്ക് സ്കീമായിട്ട് തിരഞ്ഞെടുക്കാം. നമുക്ക് അടയ്ക്കാൻ കഴിയുന്ന തുകയാവണം എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. ആയതുകൊണ്ട് തന്നെ നമുക്ക് അടയ്ക്കാൻ കഴിയുന്ന ഒരു തുക നമുക്ക് അഷുറൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പോളിസി അടയ്ക്കാൻ തുടങ്ങാവുന്നതാണ്. നമുക്ക് ഇതിന് വേണ്ടുന്ന നമ്മളൊരു പോളിസി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പോളിസി ഒരു 10 വർഷത്തേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പോളിസി തുക മന്ത്ലി അടവുകൾ അതുമായി ബന്ധപ്പെട്ട് ഡിവൈഡ് ചെയ്ത് വരുന്നതാണ്. അതല്ല നമുക്ക് നമ്മുടെ ഒരു 60 വയസ്സ് വരെയുള്ള കാലഘട്ടത്തേക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടവായിരിക്കും നമ്മൾക്ക് വരിക. നമ്മളിപ്പോ ഒരു 2150 രൂപ വെച്ചാണ് നമ്മൾ മാസം അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 25 വയസ്സുള്ള വ്യക്തിയാണെന്ന് കണക്കാക്കുക. 60 വയസ്സാകുമ്പോഴേക്കും നമ്മൾ അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 9,23,898 രൂപയാണ്. ഇതിന് നമുക്ക് കിട്ടുന്ന ബോണസുകൾ കൂട്ടിവെച്ച് തന്നെ 18,20,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ നിക്ഷേപിച്ചതിനേക്കാളും കൂടുതലാണ് നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് 28,20,000 രൂപയാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ തുക തിരിച്ചു ലഭിക്കുക. നിങ്ങൾക്ക് സാധാരണ ഏതൊരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഇത്രയുമുള്ള ഒരു തുക നിങ്ങൾക്ക് നേടിയെടുക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സ്കീം ലാഭകരം തന്നെയാണ്. ഈ സ്കീമിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ നമുക്കൊരു പ്രായപരിധി പറയുന്നുണ്ട്. 19 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തിക്ക് ഈ സ്കീം സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഈ പദ്ധതി പ്രകാരം 3 വർഷത്തെ തുക നമ്മൾ പേ ചെയ്തു കഴിഞ്ഞു. അതായത് 3 വർഷം നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലോൺ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേ സ്ഥലത്ത് നമുക്ക് ലോണിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ലോൺ നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ടാക്സ് അഷുറൻസ് പോളിസിയാണ്. നമ്മൾ ഈ തിരിച്ച് തുക ലഭിക്കുന്ന സമയത്ത് നമ്മൾ യാതൊരുവിധ ടാക്സും കൂടുതലായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് ഈ പദ്ധതിയുടെ ഒരു നല്ല ഘടകമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇൻഷുറൻസ് പോളിസി ആയിട്ട് ലഭിക്കുന്നത് 20,000-നും 50 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു തുകയായിരിക്കും. 1884 പോസ്റ്റ് ഓഫീസ് നിർമ്മിച്ച ഈ ഒരു സ്കീം പ്രകാരം ഒരുപാട് ഗുണങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളിലേക്കും ഇതെത്തിക്കുക എന്നത് ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ എല്ലാവർക്കും ഈ പോസ്റ്റൽ സ്കീം വഴി നിക്ഷേപം നടത്തി നിങ്ങൾക്ക് ഒരു വലിയ സേവിങ്സ് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഒരു സർവീസിൽ തുടരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സർവീസ് അവസാനിപ്പിക്കുന്ന കാലമാവുമ്പോഴത്തേക്കും നിങ്ങളാൽ കഴിയുന്ന രീതിക്ക് നിക്ഷേപം നടത്തി നിങ്ങൾക്കൊരു വലിയ തുക നിങ്ങൾക്ക് നേടിയെടുക്കാനും നിങ്ങളുടെ മക്കളിലേക്കായി സേവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത്രയും നല്ലൊരു സ്കീമിനെ കുറിച്ച് നിങ്ങൾ അറിയാതെ പോകരുത്. എല്ലാവരും ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്ത് തീർച്ചയായിട്ടും ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ സ്കീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം മാത്രമാണ് ഉണ്ടാവുക. ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്കീമിനെ കുറിച്ച് വിശദ വിവരങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്